നെഞ്ചോട് ചേർത്ത് രചന അജുവ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. ഉറക്കിലെപ്പോഴോ ഹർഷന്റെ കൈകൾ ആദിയെ തേടി. അവൾ കിടന്നിട്ട് ശൂന്യമാണെന്ന് തോന്നിയതും ഹർഷൻ ചാടി എണീറ്റു ബെഡിൽ നോക്കി. അവളില്ലെന്ന് കണ്ടതും ഹർഷൻ ഞെട്ടിക്കൊണ്ട് എണീക്കുമ്പോഴാണ് ജനാല വഴി പുറത്തേക്ക് കണ്ണു നട്ട് നിൽക്കുന്ന ആദിയെ അവൻ കണ്ടത്. അവനരികിൽ ചെന്നതൊന്നും അവൾ അറിഞ്ഞില്ല. ഗാഢമായ ചിന്തയിലാണെന്ന് കണ്ടതും ഹർഷൻ അവളുടെ തോളിൽ കൈവച്ചു. ആദി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും ഹർഷനെ കണ്ട് ആശ്വസിച്ചു. പക്ഷേ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവന് സഹിക്കാനായില്ല. സോറി ആദി, ഞാൻ ദേഷ്യപ്പെട്ടിനാണോ? നീ ഇപ്പോഴും നിനക്ക് വല്ലതും സംഭവിക്കുന്ന പേടിയുണ്ടല്ലേ ഞാൻ? അവൾ അവൻ്റെ വാ അടച്ചു പിടിച്ച് നിർത്തിച്ചു. അവൻ്റെ താഴ്മയോടെയുള്ള സംസാരം അവൾക്ക് സഹിക്കാനാവാത്ത പോലെ. ഹർഷേട്ടന് 2 തല്ലിയാലും എനിക്ക് സങ്കടമില്ല. എന്നുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് മനസ്സിലാവും. പിന്നെന്തിനാ ഈ വിഷമം? ഏടത്തി അങ്ങനെയൊക്കെ പറഞ്ഞതിനാണോ? ഹർഷൻ്റെ ചോദ്യത്തിൽ അവൾ മൗനമായി നിന്നു. എന്താ ആദ്യം നിനക്ക് പറ്റിയേ? എനിക്കിപ്പോൾ സങ്കടമാണോ സന്തോഷമാണെന്ന് ചോദിച്ചാൽ പോലും എന്താണെന്ന് അറിയില്ല. പക്ഷേ ഹർഷേട്ടനെ വെറുക്കരുത്. നിന്നെ ഞാൻ വെറുക്കാനോ? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കതിന് പറ്റുമെന്ന്? ഈ വീട്ടിലെ എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്. പക്ഷെ അതൊന്നുകൂടി കൂടാൻ പോവാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല ഹർഷേട്ട. ആദ്യം അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു. അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിച്ച് കാണിക്കാനല്ലേ ഇങ്ങോട്ട് വന്ന്? അവരാരും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പോട്ടെ, നമുക്ക് നമ്മളില്ലേ? ആദ്യം ഒന്ന് മൂളിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആവശ്യമില്ലാതെ ചിന്തിക്കാവുന്ന കിടക്ക്. ഹർഷൻ നടക്കാനൊരുങ്ങിയതും ആദ്യം അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ എന്തേന്ന പോലെ അവൾ തന്നെ നോക്കി നിന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ എന്നെ വെറുക്കരുത്. എന്നെ ഇട്ടേച്ച് പോകാൻ വല്ലതും പറയാനാണെങ്കിൽ ചിലപ്പോൾ വെറുത്തു പോയി ഞാൻ. ഏയ്, ഇതൊന്നല്ല. നിനക്ക് എന്ത് വേണമെങ്കിലും മുഖവരില്ലാതെ എന്നോട് പറയാം. അതറിയുമ്പോൾ ഇവിടെയുള്ളവരൊക്കെ എന്നെ വെറുക്കും, അതെനിക്ക് ഉറപ്പാണ്. നീ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ അവരെ കാര്യം നോക്കണ്ട. നമുക്ക് നമ്മൾ മതി. നീ കാര്യം പറ. അത് ഞാൻ പറയാനാവാതെ ആദ്യം അവന് ദയനീയമായി നോക്കി. ഓഹ്, നീ എന്നെ ഇങ്ങനെ ടെൻഷനാകാതെ കാര്യം പറ പെണ്ണേ. അത് ആദ്യം വീണ്ടും പറയാനാവാതെ അവനെ മാറ്റി അവിടെ നടന്നു. ഹർഷൻ അവൾ തന്നെ നോക്കിയതും ആദ്യം ബാഗ് തുറന്ന് ഒരു പേപ്പർ അവർ നേരെ നീട്ടി. ഹർഷൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് അത് വാങ്ങി. അത് കണ്ടാൽ മനസ്സിലാവും എനിക്കെന്താ പറയാനുള്ളതെന്ന്. ആദ്യം തലയും താഴ്ത്തിയെന്നുകൊണ്ട് പറഞ്ഞതും അവൻ അവളിലുള്ള നോട്ടം മാറ്റി അതിലേക്ക് നോക്കി. പേര് ആദിത്യ ഹർഷൻ. പ്രഗ്നൻസി ടെസ്റ്റ് പേപ്പറാണെന്ന് കണ്ടതും അവൻ അതിലേക്ക് കണ്ണുവീഴ്ച നോക്കി. പോസിറ്റീവ് എന്ന് കണ്ടതും ഹർഷന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പോലെ ആദിയെ നോക്കിയതും അവൾ അപ്പോഴും തലയും താഴ്ത്തി നിൽപ്പാണ്. ആദി, അവരവളെ കയ്യിലാക്കി ചുംബനങ്ങൾ കൊണ്ട് മൂടി. സത്യമാണോ? അവനവളുടെ മുഖം കയ്യിലാക്കിക്കൊണ്ട് ചോദിച്ചു. കോളേജിൽ തലയിറങ്ങി വീണപ്പോൾ അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഹർഷേട്ടനെ വിളിക്കാനൊന്നും ആയില്ല. റിസൾട്ട് കിട്ടിയപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടായതെന്ന് എനിക്ക് പോലും അറിയില്ല ഹർഷേട്ട. അവരോട് പോലും പറയാതെ ഹർഷനോട് തന്നെ ആദ്യം പറയണമെന്ന് കരുതി വിളിച്ചു. പക്ഷെ ഹർഷേട്ടനോട് ദേഷ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കത് പറയാനുള്ള ധൈര്യം വന്നില്ല. പറയായിരുന്നില്ലേ എന്നോട്? എൻ്റെ ദേഷ്യം തണുക്കാൻ ഇത് മതിയായിരുന്നല്ലോ ആദി. ഇതറിയുമ്പോൾ എല്ലാവർക്കും നമ്മളോട് ദേഷ്യം കൂടുതലേ ഉള്ളൂ. അത് ഓർത്തപ്പോൾ. പക്ഷെ ഹർഷേട്ടനോട് പറയാതെ എങ്ങനെയാ? കിടന്നിട്ട് ഉറക്കം പോലും വരുന്നില്ല. ഈ ലോകത്ത് വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും ആദി. എൻ്റെ ആദിയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനവളെ വീണ്ടും ചുംബനങ്ങൾ കൊണ്ട് മൂടി. എന്ത് ചെയ്യണമെന്ന് അവന് തന്നെ അറിയാത്ത അവസ്ഥ. എനിക്ക് നിന്നെ കടിച്ച് തിന്നാൻ തോന്നാതി. പ്രണയത്തോടെ അവനവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരോടാ നമ്മളിത് പറയുക? ആരോടും പറയേണ്ട ഹർഷേട്ട, ആർക്കും ഇഷ്ടാവില്ല. ഞാനൊരു അച്ഛനാകാൻ പോകണമെന്ന് എനിക്ക് പറയണ ആദി. നമ്മൾ അകറ്റാൻ നോക്കുന്നവരെല്ലാവരും അറിയട്ടെ. ഹർഷൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും ആദ്യം അവനെ പിടിച്ചു നിർത്തി. ഈ പാതിരാത്രി തന്നെ വേണം, നാളെ കാലത്ത് പറഞ്ഞാൽ പോരെ? ഓഹ്, ഞാനത് മറന്നു. അതിന് ആദ്യം അവനെ നോക്കി ചിരിച്ചു. അവൻ അവൾക്കരികിൽ കിടന്നുകൊണ്ട് അവളുടെ കുഞ്ഞു വയറ്റിലേക്ക് മുഖമമർത്തി സാരി നീക്കി അവിടെ ആകെ ചുംബിച്ചു. അവളവൻ്റെ മുടിയിൽ തലോടി. പ്രണയവേഴ്ചയിലും അവൻ അവളുടെ വയറിലേക്ക് അമരാതെ കരുതലോടെ നോക്കിയിരുന്നു. കാലത്ത് ഹർഷൻ എണീറ്റ് അവളെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് താഴേക്ക് വന്ന് അവൾക്ക് അവനുള്ള ഫുഡുമായി മുറിയിലേക്ക് ചെന്നു. ആദി അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ആദി, അവനവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ച്. ആദി കണ്ണു തുറന്നു ഹർഷനെ നോക്കി പുഞ്ചിരിച്ച്. രണ്ടുപേരുടെയും സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പരസ്പരം പങ്കുവെച്ച് അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുഞ്ഞു വന്നാൽ പിന്നെ നീ എനിക്കിതുപോലൊക്കെ വാരി തരും ആദി. പിന്നില്ലാതെ എൻ്റെ ആദ്യത്തെ കുഞ്ഞല്ലേ ഹർഷേട്ടൻ? അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഹർഷനൊന്ന് പുഞ്ചിരിച്ചു. അവരുടെ സന്തോഷം പങ്കുവെക്കാൻ ആദിയുടെ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങുമ്പോഴാണ് മുന്നിൽ തന്നെ അച്ഛനെ കണ്ടത്. അത് കണ്ടതും ആദി ഹർഷന്റെ കയ്യിൽ പിടിച്ചു. എനിക്ക് നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാനുണ്ട്. ഹർഷൻ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം അവനിലായി. ആദി തലയും താഴ്ത്തി നിന്നു. ഞാനത് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടുന്ന കരുതിയൊന്നല്ല.
ഇവളെ കൊല്ലാൻ ആളെ വിടുമ്പോൾ ഓർക്കാൻ വേണ്ടിയാ. ഇവളിപ്പോൾ ഒറ്റക്കല്ല, എൻ്റെ കുഞ്ഞുണ്ട് ഇവിടെ വയറ്റിൽ. ഞാനൊരു അച്ഛനാകാൻ പോവാ. എൻ്റെ കുഞ്ഞിനോ ഇവൾക്കോ വല്ലതും സംഭവിച്ചാ. സുമതി ഞെട്ടിക്കൊണ്ട് അശോകിനെ നോക്കി. അവനെ ഞെട്ടിത്തരിച്ച് നിൽപ്പാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഇങ്ങനെ പോയാൽ ഇവിടുന്ന് അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേരുറപ്പിച്ച് നിൽക്കുകയാണല്ലോ ഈ കുരിശ്. സുമതി ചിന്തയോടെ ആദിയെ നോക്കി നിന്നു. ചേച്ചി അവനെ നോക്കി ദയനീയതയോടൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ കയ്യിൽ കിടന്ന് വളർന്നവൻ ഇന്നൊരു അച്ഛനാവാൻ പോവാണെന്ന സന്തോഷം. ഒന്നിനും നിൽക്കാതെ അവർ ഇറങ്ങിപ്പോകുന്നു നോക്കി അച്ഛൻ പിന്നാലെ നടന്നു. ഞാനൊരു അച്ഛനാവാൻ പോവാ. ഹർഷന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങും തോറും അയാൾ ദേഷ്യം ആളിക്കത്തിക്കൊണ്ടിരുന്നു. അമ്മ ആദിയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. മകളൊരു അമ്മയാവാൻ പോവാണെന്ന് കേട്ടപ്പോഴുള്ള വാത്സല്യമായിരുന്നു അവരിൽ. കൺഗ്രാസ് അളിയ. നിരഞ്ജൻ ഹർഷനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ടു. ഇത് കേൾക്കുമ്പോൾ ഹർഷന്റെ അച്ഛൻ്റെ മനസ്സ് മാറും. ആദി, നീ കണ്ടോ, ഇനി നിങ്ങൾ അംഗീകരിച്ചോളൂ. എലീന പറഞ്ഞത് ആദി ഹർഷനും നോക്കി. അവനും പ്രതീക്ഷ നഷ്ടപ്പെടുപോലെ നിന്നു. അമ്മ മധുരമുണ്ടാക്കി ആദിയെ കഴിപ്പിക്കാൻ തുടങ്ങിയതും ആദി ഹർഷനെ പിടിച്ച് മുന്നിൽ നിർത്തി. അതൊക്കെ ഹർഷേട്ടന് കൊടുത്തു. എനിക്ക് വേണ്ട. എൻ്റെ അമ്മേ, ഇവൾക്ക് വേണ്ടിയാണോ അമ്മ ഈ മധുരപലഹാരമൊക്കെ ഉണ്ടാക്കിയത്? വല്ല പുളിമുട്ടായി മറ്റോ വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു. ഒറ്റയിരിപ്പിന് തിന്നു തീർക്കും. നിരഞ്ജൻ ആദിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഹർഷൻ അവളെ പുഞ്ചിരിയോടെ നോക്കി നിന്നു. അവളെ സ്നേഹിക്കാനും അവളുടെ കുറുമ്പ് കാണിക്കാനും ഇവിടെ മാത്രമേ കഴിയൂ. വീട്ടിലെത്തിയാൽ തികച്ചും മറ്റുള്ളതായി മാറുകയാണ് അവൾ. ഹർഷൻ ആദിയെ വേദനയോടെ നോക്കി. ഇവളെ ഈ അവസ്ഥയിൽ അങ്ങോട്ട് വിടാൻ മനസ്സ് വരുന്നില്ല മോനെ. ഇവിടെ നിന്നൂടെ നിങ്ങൾക്ക്? നിങ്ങൾക്കുള്ളൊരു മുറി ഇവിടെ എന്തായാലും ഉണ്ടാവും. ഇവളുടെ കൂടെ ഞാനില്ല അമ്മേ. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സൂക്ഷിക്കണേ മോളെ. വരട്ടെ അമ്മേ. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. എന്നത്തെയും പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഹർഷനും ആദ്യം പോകുന്നത് നോക്കി അവനും വിഷമത്തോടെ തന്നെ നിന്നു. എന്താ ഹർഷേട്ടാ? ഹർഷൻ ബൈക്കെത്തിയത് കണ്ടതും ആദി ചോദിച്ചു. നീ വാ. അവൾക്കുള്ള പുളിമിഠായി വാങ്ങുന്നുണ്ടതും ആദിക്ക് ചിരി വന്നു. പാവം ആദിയിട്ടാവും ഇത്രയും ചെറിയ കട കാണുന്നത് തന്നെ. നീ എന്തിനെങ്ങനെ വിളിക്കുന്നേ? ഹർഷേട്ടൻ്റെ അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാ. ഓടി. അവളവൻ്റെ കയ്യിൽ നിന്നത് വാങ്ങി കഴിക്കാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ അമ്മക്ക് മാത്രമല്ല അച്ഛനും ഉണ്ട് ആഗ്രഹം. അതെന്താ? ആദ്യം കഴിച്ചുകൊണ്ട് തന്നെ അവനെ നോക്കി ചോദിച്ചു. അവൻ ചുറ്റിലൊന്നും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവളിലേക്ക് അടുത്തു. അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പുളിരസം അവൻ മതിയാവോളം നുകർന്നു. അവളുടെ കണ്ണുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന പോലെ ചുറ്റിലും തിരയുകയായിരുന്നു. ഇതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അവളിൽ നിന്ന് മാറിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ ചുമ്മാതല്ല ഞാനിത് കഴിക്കുന്നതെന്ന്? ഞാൻ പറഞ്ഞ നിന്റെ ചുണ്ടുകളുടെ കാര്യമാണ്. അവൾ അവനെ തുറിച്ചു നോക്കി. വാ പോവാ. അവനെയും കെട്ടിപ്പിടിച്ച് അവൾ ഇരുന്നു. സ്വപ്നങ്ങൾ പൂവണിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഹർഷൻ. അവളുടെ വയറ്റിൽ വളർന്ന ആ വിത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അവകാശം ആ സന്തതിയാവും. സുമതി ഇരിപ്പുറക്കാതെ അങ്ങിങ്ങായി നടന്നുകൊണ്ട് പറഞ്ഞു. പ്രതികരണമില്ലാത്ത കണ്ട് അവൾ അശോകിനെ നോക്കിയതും കക്ഷിയിൽ ആപ്പ് നോക്കി ഇരിപ്പാണ്. നിങ്ങളോടാ ഞാൻ ഈ പറയുന്ന മുഴുവൻ വല്ല കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടിട്ടെന്താ കാര്യം? ഡെലിവറി കഴിഞ്ഞാൽ വണ്ണം വെക്കുന്ന സൗന്ദര്യം നഷ്ടപ്പെടുന്നൊക്കെയുള്ള പേടിയായിരുന്നില്ല നിനക്ക്. ഇപ്പം ഇങ്ങനെ നെൽപ്പുറക്കാൻ നടന്നിട്ടെന്താ കാര്യം? ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ കരുതിയോ? ഇപ്പം എനിക്കൊരു കുഞ്ഞു വേണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പ്രഗ്നൻ്റ് ആവാത്ത എൻ്റെ കുറ്റാണോ? നമുക്ക് രണ്ടാൾക്കും കുറ്റമൊന്നുമില്ലെന്ന് ഒരിക്കൽ മനസ്സിലായതല്ലേ. നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തരാൻ നിൽക്കല്ലേ ദൈവം. വിവാഹം നടന്ന ആദ്യ മാസത്തിന് നീ പ്രഗ്നൻ്റ് ആയതും അബോർഷൻ ചെയ്ത് ഞാൻ മറന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ പറയുന്നത്? നീ ആയിട്ട് പറയിപ്പിച്ചല്ലേ. അത് വീട്. ആ ആദിത്യ അവളുണ്ടല്ലോ എല്ലാം പ്ലാൻ ചെയ്ത് തീരുമാനിച്ചുറപ്പിച്ചാൽ ഇങ്ങോട്ട് വന്ന് അവൾ ഉപേക്ഷിക്കുമെന്ന് കരുതിക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റായി. ഇനി കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് പിടിച്ചു നിൽക്കാമല്ലോ. ഈ വീട്ടിൽ നിന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്നും ഇനി അവൾ ഒരിക്കലും ഇറങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഭാര്യയായിട്ട് വരുമ്പോൾ അമ്മയാൻ കൂടി അവൾ തയ്യാറെടുക്കണം. അല്ലാതെ കുഞ്ഞുണ്ടാവാതിരിക്കാനുള്ള കണക്കെടുപ്പോടു കൂടിയല്ല വരേണ്ടത്. ഹർഷം ഭാഗ്യവാനാണ്. ആദ്യം പോലെ പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞല്ലോ. അഷ്ടിക്ക് വകയില്ലാത്ത അവളെ കിട്ടിയ ഹർഷം ഭാഗ്യവാനെന്ന് നിങ്ങളെ പറയൂ. എല്ലാം ഉണ്ടായിട്ടും അനുഭവിക്കാൻ യോഗയില്ലെങ്കിൽ തീർന്നില്ലേ? അനുഭവിക്കില്ല. ആദ്യത്തെ ഒന്നും അവിടെ വയറ്റിലുള്ള വിത്തിന് വേരോടെ പിഴുതറിയ എനിക്കറിയാം. അവിടെ സന്തോഷാധികാരം നിലനിൽക്കില്ല. സുമതി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. അശോക് ഒന്ന് പുച്ഛത്തോടെ അവളെ നോക്കി നിന്നു. ഹർഷന്റെ വാക്കുകൾ തന്നെയായിരുന്നു അച്ഛൻ്റെ കാതുകളിൽ. ഹർഷന്റെയും ആദിയുടെയും വരവ് കണ്ടതും അയാളുടെ നോട്ടം ഹർഷന്റെ മുഖത്തായിരുന്നു. അവന്റെ മുഖം ഇതിനു മുമ്പ് ഇത്രയ്ക്ക് തെളിഞ്ഞു കണ്ടിട്ടില്ല. ഹർഷന്റെ കുഞ്ഞുനാളിലുള്ള കുസൃതികൾ ഓരോന്നായി ഓർത്തെടുത്ത് ഒരു പുഞ്ചിരിയോടെ അയാൾ ചാരുകസേരയിലിരുന്നു. അച്ഛാ! സുമതിയുടെ വിളിയാണ് അയാളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പ്രഗ്നൻ്റായി. ആ കുഞ്ഞ് പറന്നു വീണ അവൾ വീട്ടിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ? അതിനു മുന്നേ അച്ഛൻ തന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. അയാളൊന്നും മിണ്ടാതെ അവളെ നോക്കി നിന്നു. ഒരു കുഞ്ഞായ ഹർഷൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ല, അത് ഉറപ്പാ. ആദ്യം അവൾ വയറ്റിൽ വളർന്ന വിത്തിനെ വേരോടെ പിഴുതുകളയണം. എന്നാലേ ഹർഷന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിവാക്കാൻ പറ്റൂ. അയാൾക്കെന്തോ ആ വാക്കുകൾ ഉൾക്കൊള്ളാനാവാത്ത പോലെ. തൻ്റെ മകൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്. അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ആദിയോട് ദേഷ്യമാണ്, പക്ഷെ തൻ്റെ മകൻ്റെ കുഞ്ഞ് അതെന്ത് പഴിച്ചു? അയാളുടെ മൗനമായി നിൽപ്പേണ്ടതും സുമതി അയാളെ ഒന്നുകൂടെ നോക്കി. ഇനി പ്രിയപ്പെട്ട മകൻ അച്ഛനാവുന്നതിൻ്റെ സന്തോഷത്തിലാണ് തന്തപ്പിടി.
ആ കുഞ്ഞ് അവളിനി ഉണ്ടാവില്ല. ആ ചൂടിനെ തന്നെ സ്വത്തെല്ലാം ബാധിക്കുന്നതിനെ നല്ലത്. അല്ലെങ്കിൽ ആ അഷ്ടിക്ക് വകില്ലാത്തവള് അവിടെ കുഞ്ഞിനെ വെച്ച് എല്ലാം കയ്യിലാക്കും. പിന്നെ ആദ്യം ഇവിടുന്ന് ഇറക്കി വിടുന്ന അച്ഛനെ ആവും. സുമതി അത് പറഞ്ഞിറങ്ങിയപ്പോഴേക്കും അയാൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. തൻ്റെ മകൻ്റെ കുഞ്ഞ്, അയാളുടെ ചിന്ത ആ നിമിഷം അത് മാത്രമായിരുന്നു. അതിൻ്റെ ജീവൻ എടുക്കരുതെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പോലും ആവാതെ അയാൾ നിന്നു. നിങ്ങൾക്കല്ലേ ഒന്നിനും വയ്യാത്ത? ആ തന്തപ്പിടിയുള്ളതെല്ലാം ഭാഗം വെക്കാൻ ഞാനൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാം ആദിയുടെ കയ്യിലാവും. സുമതി അശോകനോടായി പറഞ്ഞു. എന്നിട്ട് അച്ഛനെന്ത് പറഞ്ഞു? മീണ്ടാട്ടൊന്നും കണ്ടില്ല. ഇനി അരുമസന്ധി ഒരു അച്ഛനാവുന്നതിന് സന്തോഷമാണെന്ന് ആർക്കറിയാം. അങ്ങനെ വല്ല സമ്മതിക്കണ മുന്നേ ഞാൻ ആ വിത്ത് നുള്ളിക്കളയാൻ തന്നെ തീരുമാനിച്ചു. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എടി ഒന്നും അറിയാത്ത ആ കുഞ്ഞെന്ത് പഴിച്ചു. ഇനി ഈ വീട്ടിലൊരു പേരക്കുട്ടി ജനിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതാവണം. അപ്പം പിന്നെ അതിനെ ഇല്ലാതാക്കുന്നതല്ലേ നല്ലത്. എന്തായാലും നമുക്കൊരു ഡോക്ടറെ കാണണം. ഒരിക്കലും പ്രഗ്നൻ്റ് ആയതല്ലേ, കുഴപ്പമൊന്നും കാണില്ല. എന്നാലും ചെക്കപ്പ് നടത്തിയേക്കാം. അശോകൻ അവളുടെ വാക്കുകൾ കേട്ട് ചിന്തയോടെ നിന്നു. ഒരു കുഞ്ഞെന്ന ആവശ്യത്തിന് വേണ്ടി അവൾ അശോകനെ തന്നിലേക്ക് ക്ഷണിച്ചെങ്കിലും അശോക് മുറിവിട്ടിറങ്ങി. പ്രണയാർദ്രമായ നിമിഷത്തിലായിരുന്നു ആദിയും ഹർഷനും. അവളുടെ വയറ്റിൽ അവൻ മുഖം ചേർത്ത് കിടക്കുകയായിരുന്നു. അവൾ അവനെ വാത്സല്യപൂർവ്വം തലയിൽ തലോടിക്കൊണ്ട് ചിരിയോടെ അവൻ്റെ കുസൃതികൾ ആസ്വദിക്കുകയായിരുന്നു. ഇപ്പം അവൻ എന്ത് ചെയ്യാവും? അവനവിടെ ക്രിക്കറ്റ് കളിക്കാവും. ചോദ്യം കേട്ടില്ലേ? വളർച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ ഹർഷേട്ട. വളരും തോറും എൻ്റെ വയറ് വീർത്തു തുടങ്ങും. അപ്പം മനസ്സിലാവുകയല്ല. ഞാനൊരു ആകാംക്ഷയോട് ചോദിച്ചതല്ലേ. അല്ലെങ്കിൽ ഈ തെമ്മാടി കീഴായിട്ട് ആകാംക്ഷ കൂടുതലാകട്ടോ. അത് പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ അച്ഛനാവുന്നേ. ഞാനിത് 10ാമത്തെ ആണല്ലോ. ആദ്യം മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് ഹർഷനും ചിരിച്ചു. എൻ്റെ അമ്മ എന്നെ ഈ ഭൂമിയിൽ തനിച്ചാക്കി പോയതാ. അതുപോലെ നമ്മുടെ കുഞ്ഞിനെ ഹർഷേട്ടൻ്റെ കൈ തന്ന് ഞാൻ പോയാൽ? അവളുടെ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുന്നേ അവൻ അവളുടെ ചുണ്ടിൽ കൈവച്ച് തടഞ്ഞു. ദൈവം അത്ര ക്രൂരനൊന്നല്ല ആദി. നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം ഒരുപാട് കാലം ജീവിക്കും. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് എന്നെ നീ വിഷമിപ്പിക്കില്ല ആദി. അവൻ കൊച്ചുകുട്ടികളെ പോലെ പറയുന്ന കേട്ടതും അവൾ അവനെ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ചു. മോനെ ഹർഷ! ചേച്ചിയുടെ വിളി കേട്ടതും ആദ്യ ഹർഷനും ബെഡിൽ നിന്ന് എണീറ്റു. ഹർഷൻ ഡോറിൽ നിന്നും ചേച്ചി പുഞ്ചിരിയോടെ ആദിക്കരിയിൽ വന്നു. ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ കയ്യും പിടിച്ച് നടന്ന ഇവൻ ഒരച്ഛനാകാൻ പോകുന്നു. ഇനി നിങ്ങളെ തമ്മിൽ അകറ്റാനോ വേർപിരിക്കാനോ ആരെക്കൊണ്ടാവില്ല. പരസ്പരം സ്നേഹിച്ച് ജീവിച്ച് കാണിക്കണം. ആദിയുടെ കവിളിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞത് ആദ്യം അവരെ നോക്കി ചിരിച്ചു. എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഉണ്ടാക്കിയതാ. പായസം നീട്ടിക്കൊണ്ട് ചേച്ചി പറഞ്ഞതും ആദ്യം അത് കയ്യിൽ വാങ്ങി. സൂക്ഷിക്കണം. അത്രയും പറഞ്ഞ് അവർ പോകുന്ന നോക്കി രണ്ടാൾ നിന്നു. ചേച്ചി പാവ, എന്നുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം കണ്ടില്ലേ ഞാനൊരു അച്ഛനാൻ പോകണമെന്ന് കേട്ടപ്പോൾ വന്നത്. ചേച്ചിയുടെ ഹസ്ബൻഡ് ഇപ്പം എവിടെ ഹർഷേട്ടാ? അതേതൊരുത്തിയായി നാട് വിട്ടതാ. അയാളെങ്ങാനും ഇപ്പം എൻ്റെ കൈ കിട്ടിയാ ഞാൻ തീർത്തേനെ. ആദ്യം ഊരൊക്കെ കൈയും കൊടുത്ത് അവനെ തുറച്ചു നോക്കിയതും അവൻ വിളിച്ചു കാണിച്ചു. ചേച്ചിയുടെ പഴയ കാമുകൻ എവിടെയാണെന്ന് അറിയാം ഹർഷേട്ടന്? എന്തിനാ, നിനക്ക് കാണാനാണോ? അങ്ങേർക്ക് ഇപ്പോഴും ചേച്ചി ഇഷ്ടമാണെങ്കിൽ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാൻ. എന്താ പറഞ്ഞേ? എടാ തെമ്മാടി, അങ്ങേർക്ക് ഇപ്പോഴും ചേച്ചി ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചേച്ചി അയാൾക്ക് കെട്ടിച്ചു കൊടുത്താലോ എന്ന്. അങ്ങേര് വേറെ പെണ്ണ് കിട്ടിയിട്ടില്ലെന്ന് ചേച്ചിയോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് 2 മക്കളില്ലേ? അയാൾ സമ്മതിക്കുമോ? ചോദിച്ചു നോക്കണം. അയാൾക്ക് മക്കളൊരു ഭാരമാണെങ്കിൽ മക്കളെ നമ്മൾ നോക്കിക്കൊള്ളാമെന്ന് പറയണം. ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന സങ്കടമായിരുന്നു എനിക്ക്. ഇതെങ്കിലും ചേച്ചിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ അയാൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? നമുക്ക് അന്വേഷിക്കാം. ആദ്യം അവൻ്റെ താടിൽ പിടിച്ച് നുള്ളിക്കൊണ്ട് പറഞ്ഞു. കഴിക്ക്, ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. തൽക്കാലം അച്ഛൻ കഴിക്കും. എനിക്ക് കഴിക്കാനുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ആദ്യം പുളിമിട്ടായി നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഹർഷൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് നേർത്തി നിന്റെ ഭാര്യ ആരും പിടിച്ചു നേരൊന്നും പോണില്ല. സുമതി കിച്ചണിൽ നിന്ന് ഫുഡ് എടുക്കുന്ന ഹർഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പറയാൻ പറ്റില്ല, ചിലപ്പോൾ തിന്നാലോ. ഹർഷൻ അവരുടെ മുഖത്ത് നോക്കാതെ മറുപടി കൊടുത്തു. ആലയിൽ എത്രയെന്ന് വെച്ചാൽ നീ അവളെ ഊട്ടി ഉറക്കി ഇങ്ങനെ കഴിയുന്നത്? അവൾ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം. ഹർഷേട്ടാ! ആദിയുടെ സൗണ്ട് കേട്ട് സുമതി തിരിഞ്ഞു നോക്കി. എന്തിനാ ഹർഷേട്ടാ? ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലേ, മാറിക്കേ. ആദ്യം ഹർഷനെ മാറ്റിക്കൊണ്ട് പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സ്റ്റെയർ കയറി ഇറങ്ങിയതെന്ന്. അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടുപേരുടെയും സംസാരം കേട്ട് അവൾ സഹിക്കാനാവാതെ മാറി. ഓഹ്, എന്താ ഒലിപ്പീര്! വെറുതെ അല്ല അവനവിടെ സാരത്തുമ്പിൽ നിന്ന് മാറാത്തെ. സുമതി പിറുപിറുത്തുകൊണ്ട് മുറിയിൽ കയറി. കണ്ടതോ കിടന്നുറങ്ങുന്ന അശോകിനെ. നൈറ്റ് ഇറങ്ങിപ്പോയതാ, എപ്പോൾ കയറി ഒന്നും ആവും. ഇങ്ങനെ പോയ അടുത്ത കാലത്തുനിന്നൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കണ്ട. അവൾ അവനെ നോക്കി പല്ല് കടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.